Hi students, SSLC IT മോഡൽ എക്സാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ SSLC IT എക്സാമിൽ തിയറി ഭാഗത്ത് നിന്ന് 10 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. അതിൽ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 10 എണ്ണം ഉണ്ടാവും, പക്ഷേ അര മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരൊറ്റ ആൻസർ മാത്രമേ നമ്മൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഗ്രൂപ്പ് 1 നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 10 എണ്ണം ഉണ്ട്, നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ അതിന് ഓരോന്നിനും അര മാർക്ക് വീതമാണ് ഉള്ളത്. ഗ്രൂപ്പ് 2 രണ്ടാമത്തെ ഇതായിട്ട് വരുന്നതാണ്. ആ ഗ്രൂപ്പ് 2ലും 10 എണ്ണം ആൻസർ ചെയ്യാനുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 2 ആൻസർ നമ്മൾ ടിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിന് ശേഷം മാത്രം ഫിനിഷ് തിയറി എക്സാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് 2ലും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യന് 2 ആൻസർ ഉണ്ട്. അപ്പോൾ 2 എണ്ണം നമ്മൾ ടിക്ക് ചെയ്യണം. ഇനി നമുക്ക് പ്രാക്ടിക്കൽ ഭാഗത്ത് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. ഗ്രൂപ്പ് 1ൽ ഇങ്ക്സ്കേപ്പ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, രണ്ടും ഇങ്ക്സ്കേപ്പ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള, നിങ്ങൾ 2 ക്വസ്റ്റ്യനും വായിച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് ചെയ്യാം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരണത്തിലേക്ക് ഭൂപട വായന, സൺക്ലോക്കും അതുപോലെ രണ്ടാമത്തെ ചാപ്റ്ററുമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതെടുത്തിട്ട് സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ഭാഗത്ത് പൈത്തൺ ഗ്രാഫിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവിടെയും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ ഭാഗം ചലിക്കും ചിത്രങ്ങളും വെബ് ഡിസൈനിങ്ങുമാണ്. CSSഉം സിൻഫിഗും ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അവിടെ നിങ്ങളുടെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് എക്സാം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഈ 4 എണ്ണവും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പ്രാക്ടിക്കൽ വർക്ക് ബുക്കിന് 2 മാർക്കുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ പ്രാക്ടിക്കലിന് 30 മാർക്കാണ് ഉണ്ടാവുക. അപ്പം തിയറിക്ക് 10 മാർക്കുണ്ട്, പ്രാക്ടിക്കലിന് 30 മാർക്കാണ്. അത് 28 പ്രാക്ടിക്കലിനും 2 മാർക്ക് നിങ്ങളുടെ വർക്ക്ഷീറ്റിനുമാണ്. അതുപോലെ CE മാർക്ക് 10 മാർക്കുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ടോട്ടൽ 50 മാർക്കാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാണ്. അതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തു. ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റ് ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇവിടെയുള്ള ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ നമ്മുടെ ഈ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ആദ്യം തന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോഫി മഗ് തയ്യാറാക്കാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്ക്വയറാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് നമുക്കിങ്ങനെ റൗണ്ടഡ് ആക്കാം. ഒരു വളഞ്ഞ ഒരു രീതിയിലാണ് ഉള്ളത്. അത് നമുക്ക് പല രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത് RX RY ഉപയോഗിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് പഴയ രൂപത്തിൽ സ്ക്വയറിലേക്ക് ആക്കണമെങ്കിൽ ഈ മുകളിലുള്ള മേക്ക് കോർണേഴ്സ് ഷാർപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം ഇവിടെ ഒരു സർക്കിൾ കാണിക്കുന്നതാണ്. നമുക്ക് വേറെ ഒരു ടൂളും സെലക്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഈ സർക്കിളിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു സ്ക്വയർ വരയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെയായിരിക്കും സ്ക്വയർ ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് പഴയ രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ തൊട്ട് മുകളിലുള്ള ടൂൾ ബാറിലുള്ള മേക്ക് കോർണർ ഷാർപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പഴയ രീതിയിലുള്ള ഒരു സ്ക്വയർ കിട്ടുന്നതാണ്. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുത്തു. നമ്മൾ ഈ ബോർഡർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ സ്ട്രോക്ക് പെയിന്റ് എന്നുള്ളതാണ്. ആ സ്ട്രോക്ക് പെയിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോർഡർ ഇല്ലാത്തതാണ്. നമുക്ക് ബോർഡർ വേണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഫ്ലാറ്റ് കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളറാണ് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ HCL അല്ലെങ്കിൽ വീൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കളേഴ്സിന്റെ ഷെയ്ഡ് ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഏതാണ് ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യും. എന്നിട്ട് സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ള എടുത്തിട്ട്
ഇവിടെ ജസ്റ്റ് 5 എന്നോ എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് വേറൊരു ഇതിലേക്ക് ഇതാക്കുമ്പോഴേക്കും നമുക്ക് കാണാം ഇവിടെ ബോർഡർ വന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ഏത് സ്ക്വയർ വരച്ചാലും ഇതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ബോർഡർ വരുന്ന കാണാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ബോർഡർ വേണ്ടാത്തൊരാവശ്യമാണ്. നമുക്കിപ്പോ ഒരു ബോർഡർ വേണ്ടെങ്കിൽ എന്താ ചെയ്യാ, ഓബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാ, ഈ സ്ട്രോക്ക് പെയിന്റ് രണ്ടാമത്തെ ടാബിലുള്ള സ്ട്രോക്ക് പെയിന്റ് എന്നുള്ളത് ഇവിടെ നോ കളർ നോ പെയിന്റ് എന്നുള്ളതുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ പെയിന്റ് ഇവിടുന്ന് പോയിട്ടുണ്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രൂപത്തിലും ഇതിലൊക്കെ ആക്കി മാറ്റാം. ചില കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തില് നമുക്ക് വേഗത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഈ ഇങ്ക്സ്കേപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. ചെയ്തതിന് ശേഷം ഹോമില് റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ചെയ്യാൻ പറ്റാണ്ട് വരികയാണെങ്കിൽ റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റീസെറ്റ് ഇങ്ക്സ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്നും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പിന്നെ എങ്ങനെയായിരുന്നോ ഈ ഒരു ഇങ്ക്സ്കേപ്പ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടായിരുന്നത് ആ രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ലിബ്രെ ഓഫീസ് നമ്മൾ റൈറ്ററിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ലിബ്രെ ഓഫീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ റീസെറ്റ് സിൻഫിഗ് ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാണ്ട് വരികയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിഫോൾട്ട് വിൻഡോ ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെയായിരുന്നു ആ വിൻഡോ ആദ്യം ഉണ്ടായിരുന്നത്, ആ സോഫ്റ്റ്വെയർ എങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഈ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇനി എക്സാം വിൻഡോയിൽ അത് കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ പഴയ രീതിയിലാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, താങ്ക് യു.